യൂറോകപ്പിന്റെ രണ്ടാം സെമി ഫൈനൽ വിജയിച്ച ഇംഗ്ലണ്ട് ഫൈനലിൽ ഇഞ്ചുറി ടൈമിൽ ഒലി വാട്കിൻസ് നേടിയ ഗോളിലാണ് ഇംഗ്ലണ്ട് നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിയത്. ഞായറാഴ്ച നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് സ്പെയിനിനെ നേരിടും. 90-ാം മിനിറ്റിൽ വിജയം പിടിച്ചെടുത്ത് ഇംഗ്ലണ്ട് തുടർച്ചയായ രണ്ടാം തവണയും യൂറോ കപ്പിന്റെ ഫൈനലിലെത്തി. പകരക്കാരനായി ഇറങ്ങിയ ഒലി വാട്കിൻസ് നേടിയ ഇഞ്ചുറി ടൈമിലെ ഗോളാണ് ഇംഗ്ലണ്ടിന്റെ രക്ഷയ്ക്കെത്തിയത്. തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ നെതർലൻഡ്സിനെ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. മത്സരം തുടങ്ങി മൈതാനം ചൂടുപിടിക്കുന്നതിനു മുമ്പ് തന്നെ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചുകൊണ്ട് നെതർലൻഡ്സാണ് ആദ്യ ഗോൾ സ്വന്തമാക്കുന്നത്. ഇംഗ്ലണ്ട് പ്രതിരോധത്തെ മറികടന്ന് ഒറ്റയ്ക്ക് മുന്നേറിയ സാബി സിമോൺസ് തൊടുത്ത ഷോട്ട് പിക്ഫോർഡിനെ മറികടന്ന് വലയിലെത്തുകയായിരുന്നു. എന്നാൽ നെതർലൻഡ്സിന്റെ ഗോളിന് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇംഗ്ലണ്ട് മറുപടി നൽകി. ഡച്ച് ബോക്സിൽ ഹാരി കെയ്നെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിന് VR പരിശോധനകൾക്ക് ശേഷം ലഭിച്ച പെനാൽറ്റി ഇംഗ്ലീഷ് നായകൻ തന്നെ കൃത്യമായി വലയിലെത്തിച്ചു. പിന്നീട് മത്സരം പിടിച്ചെടുക്കുന്ന ഇംഗ്ലണ്ടിനെയാണ് കണ്ടത്. ബെല്ലിംഗ്ഹാമും ഫിൽഫോർഡനും സാക്കയും ഹാരി കെയ്നും നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടു. മറുവശത്ത് അപകടകരമായ കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ ഡച്ച് പടയും ഭീതി വിതച്ചു. രണ്ടാം പകുതിയിൽ ഓറഞ്ച് പട ഉണർന്നു കളിച്ചെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു. ഇരു ടീമും കൊണ്ടും കൊടുത്തും മുന്നേറിയെങ്കിലും ഗോളടിക്കാനുള്ള അവസരങ്ങൾ കുറവായിരുന്നു. 81-ാം മിനിറ്റിൽ ഫിൽഫോർഡനെയും ഹാരി കെയ്നെയും പിൻവലിച്ച സൗത്ത് ഗേറ്റ് പകരക്കാരായി കോലി പാമറെയും ഒലി വാട്കിൻസിനെയും എത്തിച്ചു. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ ശേഷിക്കെ വാട്കിൻസ് ഇംഗ്ലണ്ടിന്റെ രക്ഷയ്ക്കെത്തി. പാൽമറിന്റെ പാസ് സ്വീകരിച്ച വാട്കിൻസ് ബോക്സിന്റെ വലതുമൂലയിലേക്ക് തൊടുത്ത ഷോട്ടിന് മുന്നിൽ ഡച്ച് ഗോളി നിസ്സഹായനായി. മത്സരം അധിക സമയത്തേക്ക് നീളുമെന്ന് ഉറപ്പിച്ച ഘട്ടത്തിലായിരുന്നു 28-കാരനായ വാട്കിൻസിന്റെ വിജയ ഗോൾ. വിജയത്തോടെ ഇംഗ്ലണ്ട് തുടർച്ചയായ രണ്ടാം തവണയും യൂറോ കപ്പിന്റെ ഫൈനലിൽ പ്രവേശിച്ചു. ഫ്രാൻസിനെ മറികടന്നെത്തിയ സ്പെയിനാണ് ഇംഗ്ലണ്ടിന് ഫൈനലിൽ എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക്, ജനം.